അനുദിന വചനവും വിചിന്തനവും. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 43 മുതൽ 54 വരെയുള്ള തിരുവചനങ്ങൾ. 2 ദിവസം കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് ഗലീലയിലേക്ക് പോയി. പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അവൻ ഗലീലയിൽ വന്നപ്പോൾ ഗലീലിയക്കാർ അവനെ സ്വാഗതം ചെയ്തു. എന്തെന്നാൽ തിരുനാളിൽ അവൻ ജെറുസലേമിൽ ചെയ്ത കാര്യങ്ങൾ അവർ കണ്ടിരുന്നു. അവരും തിരുനാളിന് പോയിട്ടുണ്ടായിരുന്നു. അവൻ വീണ്ടും ഗലീലിയിലെ കാനായിലെത്തി. അവിടെ വെച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത്. കഫർനാമിൽ ഒരു രാജസേവകനുണ്ടായിരുന്നു. അവൻ്റെ മകൻ രോഗബാധിതനായിരുന്നു. യേശു യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നെന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തൻ്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ. അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ. യേശു പറഞ്ഞു, പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. ഏത് സമയത്താണ് അവൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്ന് അവൻ അന്വേഷിച്ചു. ഇന്നലെ 7-ാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്ന് അവർ പറഞ്ഞു. നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി. അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു. ഇത് യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച 2-ാമത്തെ അടയാളമാണ്. സുവിശേഷ വിചിന്തനം. പ്രകാശമായ ക്രിസ്തുവിനെ അറിയുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കാഴ്ചകൾ നമ്മെ സ്വർഗത്തോളം ഉയർത്തുന്നുണ്ടോ? നമ്മെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന കാഴ്ചകൾ കാണുവാൻ നമുക്ക് പരിശ്രമിക്കാം. രക്ഷകനെ കാണാൻ സാധിച്ച അന്ധനായ മനുഷ്യൻ വെളിച്ചം ദർശിച്ചതുപോലെ നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് പോലെ ആകട്ടെ. യേശു അന്ധൻ്റെ വിശ്വാസത്തിന്മേൽ മാറ്റം വരുത്താതെ അവനെ പറഞ്ഞയക്കുന്നു. നമ്മുടെ ഹൃദയത്തിലെ അന്ധത മാറണമെങ്കിൽ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുവാനാണ് നാം ആദ്യം ആഗ്രഹിക്കേണ്ടത്. എവിടെ വിശുദ്ധിയുണ്ടോ അവിടെ ദൈവം പ്രവർത്തിക്കും. സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ അന്ധൻ സൃഷ്ടിയെ കാണുന്നതിന് മുൻപ് തൻ്റെ വിശ്വാസം സൃഷ്ടാവിൻ്റെ മുമ്പിൽ ഏറ്റുപറയുന്നു. അതുകാരണം സൃഷ്ടാവിന് മുൻഗണന നൽകിയ അവൻ സൃഷ്ടിയെ സൃഷ്ടാവ് കാണുന്ന നയനത്തെ പോലെ അവൻ്റെ നയനങ്ങൾ നന്ദി നിറഞ്ഞതായി ഭവിച്ചു. നമുക്ക് സൃഷ്ടാവിനേക്കാൾ സൃഷ്ടിയെ തേടിപ്പോയ സന്ദർഭങ്ങളെ ഓർത്ത് മാപ്പപേക്ഷിക്കാം.